മനോരഥങ്ങൾ സി5 ഏറ്റവും പുതിയ മലയാളം വെബ് സീരീസാണ്. ഒരു സീസണിൽ 9 എപ്പിസോഡുകളാണ്. ഇത് ഭയങ്കര ഫേമസ് ആണ് ഓൾറെഡി. കാരണം ലാലേട്ടൻ, മമ്മൂക്ക, ഇന്ദ്രജിത്ത്, ആസിഫ് അലി, ഫഹദ് ഫാസിൽ, പാർവതി, പിന്നെ ആനഗസ്ത്യൻ, ഇനി പറയാൻ ഒരുപാട് മലയാളത്തിലെ അറിയപ്പെടുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും അഭിനയിച്ചിട്ടുള്ള ഒരു വെബ് സീരീസാണ്. അതേപോലെ തന്നെ ഡയറക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പ്രിയദർശൻ, രഞ്ജിത്ത്, അങ്ങനെ എല്ലാവരും ഒരു ഫേമസ് ആയിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സും ഇതിനകത്ത് ഓരോ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം സ്റ്റോറി വരുന്നത് MT വാസുദേവൻ നായരുടെ ചെറുകഥകൾ അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറീസിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ എപ്പിസോഡ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നറേഷൻ ചെയ്തിട്ടുള്ളത് കമൽഹാസനാണ്. ഓരോ എപ്പിസോഡിന് നറേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഒരു 30 മിനിറ്റ് തൊട്ട് 1 മണിക്കൂറുകൾ വരെയുള്ള എപ്പിസോഡുകളുണ്ട്. അങ്ങനെ ഒരു കറക്റ്റ് ഡ്യൂറേഷൻ ഒന്നും പറയാനായിട്ട് പറ്റില്ല. ടോട്ടൽ ഒരു 400 മിനിറ്റോളം ഉണ്ട് ഈ ഒരു 9 എപ്പിസോഡും കൂടെ. പിന്നെ ഈ ഒരു സീരീസ് കണ്ട സമയത്ത് എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നുന്നത് എൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യമാണ്. കാരണം അവർ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് ഭയങ്കര രസകരമായിട്ട് ആർട്ടിനെ എല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ MTയുടെ കഥകൾ വായിക്കുന്ന സമയത്ത് ഒന്നും മോഡേൺ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് മോഡേൺ ആയിട്ടുള്ള സ്റ്റോറീസൊന്നും അല്ല. പുള്ളിയുടെ ലൈഫിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, പുള്ളി അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ പുള്ളിക്ക് അറിയാവുന്ന ആരെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ റിയലിസ്റ്റിക്കായിട്ട് എഴുതി വെച്ചിരിക്കുന്ന സ്റ്റോറികളാണ്. അപ്പം ഒരു 70s 80s ബേസ് ചെയ്തിട്ടുള്ള കഥകളാണ് എല്ലാം. അപ്പം ആ ഒരു സമയത്തെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് ചെയ്യാനായിട്ട് ആർട്ട് വർക്കുകൾ കുറേ ഉണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ റേഡിയോ അല്ലെങ്കിൽ മുറുക്കാഞ്ചെല്ലം, വിളക്കുകൾ, നാലുകെട്ടുകൾ, ഗ്രാമങ്ങൾ, അങ്ങനെ നമ്മൾ കാണുന്ന വിഷ്വൽസ് എല്ലാം 70, 80കളുമാണ്. അതേപോലെ തന്നെ അമേരിക്കയിൽ ഷൂട്ട് ചെയ്ത സാധനമുണ്ട്, ശ്രീലങ്കയിൽ ഷൂട്ട് ചെയ്ത സാധനമുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ഒരു സമയത്താണ് നടക്കുന്നത്. അപ്പം ആ ഒരു സമയത്തെ സാധനങ്ങൾ കാണിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. കാരണം ഒരു അരമണിക്കൂർ തൊട്ട് ഒരു 50 മിനിറ്റ് വരെയുള്ള സാധനത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെടുക എന്നുള്ളതാണ്. പക്ഷേ ഇവർ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ ഓരോ എപ്പിസോഡിലും ആ ഒരു ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് എപ്പിസോഡ് ഓളവും തീരവുമാണ്. ലാലേട്ടനാണ് ആ ഒരു സാധനം ചെയ്തിട്ടുള്ളത്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രിയദർശൻ, ലാലേട്ടൻ, അറബിക്കടലാണ് അവസാനം ഇറങ്ങിയത്. അപ്പം പലരും ട്രോളാൻ വേണ്ടി ഇരുന്നതാണ് ഈ ഒരു സാധനം ഇറങ്ങുന്നത്. പക്ഷേ പെർഫോമൻസ് കൊണ്ടും ഡയറക്ഷൻ കൊണ്ടും ആ ഒരു സാധനം പെർഫെക്റ്റ് ആക്കി തന്നെ വെച്ചിട്ടുണ്ട്. ഓരോ എപ്പിസോഡുകളും അങ്ങനെ തന്നെയാണ്. ഓരോ എപ്പിസോഡും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, ഓരോ എപ്പിസോഡും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പെട്ടെന്ന് കൂടിപ്പോയി കണ്ടിട്ട് വരാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത് ചിരിച്ച് കളിച്ച് കാണാൻ പറ്റുന്ന ഒരു സീരീസ് ഒന്നും ഞാൻ പറയില്ല. ഇതിൻ്റെ ഓരോ കഥകൾക്കും ഓരോ സോളുണ്ട്. ഓരോ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു സ്റ്റോറി പോകുന്നത്. എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ഇത് കണ്ട സമയത്ത്. ഒരു വലിയ സ്റ്റോറി ആണെങ്കിൽ തന്നെ ഇതിനകത്തെ മെയിൻ ലീഡിങ് ആങ്കറിങ് ക്യാരക്ടർ ഉണ്ടല്ലോ, അപ്പം മെയിൻ ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടറിൻ്റെ പെർസ്പെക്റ്റീവിലാണ് സ്റ്റോറികളെല്ലാം കൊണ്ടുപോയിട്ടുള്ളത്. അപ്പം ഓളവും തീരത്തിലും മാത്രമാണെന്ന് തോന്നുന്നു കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് പോയിട്ടുള്ളത്. ബാക്കി എല്ലാ സ്റ്റോറിയിലും ആ ഒരു മെയിൻ ക്യാരക്ടറിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു മെയിൻ ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തിട്ടാണ് സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇത് എൻഡ് ചെയ്തിട്ടുള്ളതും. ഇതിൽ റൊമാൻസ് മാത്രം അല്ലെങ്കിൽ പ്രണയം മാത്രമൊന്നും ഞാൻ പറഞ്ഞില്ല. ഇതിനകത്ത് പ്രണയമുണ്ട്, സെൽഫിഷ്നെസ് ഉണ്ട്, വിരഹമുണ്ട്, എല്ലാം മിക്സാണ് ഈ ഒരു മനോരഥങ്ങൾ എന്ന് പറയുന്ന സീരീസ് എന്നാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ഗംഭീരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീരമായിട്ട്. കാരണം നിങ്ങൾ MTയുടെ ഏതെങ്കിലുമൊക്കെ കഥകൾ എപ്പോഴെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവും പുള്ളിയുടെ പ്രസൻറ്റേഷൻ രീതി ഭയങ്കര രസമാണ്. പുള്ളി ഭയങ്കര റിയലിസ്റ്റിക്കായിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സിനെയും എഴുതി വെച്ചിട്ടുള്ളത്. ആ സോള് പോകാതെ തന്നെ ആ ഒരു ഷോർട്ട് സ്റ്റോറിയെ അതേപോലെ തന്നെ വിഷ്വലി പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സീരീസിനകത്ത്. ഇതിനകത്ത് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയൊരു കാര്യം ഈ ഒരു 70കൾ 80കൾ കാണിക്കുക എന്നുള്ളതാണ്. അത് ഭയങ്കര പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ, ആ ഒരു മ്യൂസിക്, ഇതിൻ്റെ ഒരു ടൈറ്റിൽ കാർഡ് കാണിക്കുന്ന സമയത്തുള്ളൊരു പാട്ടുണ്ട്, അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓരോ എപ്പിസോഡും നറേറ്റ് ചെയ്തിട്ടുള്ളത് കമൽഹാസനാണ്. അപ്പം അതും ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ്. പുള്ളി മലയാളത്തിൽ ആ ഒരു MTയെക്കുറിച്ച് പറയുന്നതും ആ ഒരു കഥ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നറേറ്റ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു സ്റ്റോറി കാണിച്ചു പോകുന്നത്. 9 എപ്പിസോഡുകളും പക്ക ഡിഫറൻറ്റ്. അതേപോലെ തന്നെ കാസ്റ്റിങ്ങിനെയൊക്കെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റേഷൻ ഇല്ല. ഒരു എപ്പിസോഡിൽ കണ്ട ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ ആക്ടേഴ്സിനെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണില്ല, അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള എപ്പിസോഡുകളിൽ കാണില്ല. ഡിഫറൻറ്റ് ആക്ടേഴ്സിനെയാണ് ഈ 9 എപ്പിസോഡിലും കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം 9 എപ്പിസോഡുകളും 9 ഷോർട്ട് ഫിലിമുകൾ അല്ലെങ്കിൽ 9 ചെറു സിനിമകൾ പോലെ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അത്രയും എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് അതിൻ്റെ ഓരോ സീനിലെയും ഡീറ്റെയിലിംഗ് ഉൾപ്പെടെ എല്ലാം അത്രയും പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരും അങ്ങനെ തന്നെയാണ്. എല്ലാം ടോപ്പ് ആർട്ടിസ്റ്റാണ്. മലയാളത്തിലെ ടോപ്പ് ആർട്ടിസ്റ്റുകളാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്.
അവരുടെ മാക്സിമം ഔട്ട്പുട്ട് ഈ ഒരു സിനിമയിൽ, അതായത് ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് കൊടുക്കുന്നത് എഫേർട്ട് ഈ ഒരു മനോരഥങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് പോലെ എനിക്ക് പല എപ്പിസോഡ് കണ്ടപ്പോഴും തോന്നി. അത് അത്രയും എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നി. അപ്പം ഇത് നിങ്ങൾ MDയുടെ കഥകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം പോയി കാണുക. അല്ലാതെ ഒരു സീരീസ് വന്നോ നിങ്ങൾ ജസ്റ്റ് വെറുതെ പോയി കാണാം എന്നുള്ളൊരു മൈൻഡ് ആണെങ്കിൽ നിങ്ങൾ പോയി കാണാതിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. MDയുടെ കഥകൾ എപ്പോഴെങ്കിലും വായിച്ച് നിങ്ങൾക്ക് MDയോട് ആരാധന അല്ലെങ്കിൽ MDയുടെ കഥകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ സിനിമകൾ ഒരു 80-കൾ 90-കളിലൊക്കെ ഇറങ്ങിയ സിനിമകളൊക്കെ 90-കളെന്ന് ഞാൻ പറയുന്നില്ല, 70-കൾ 80-കളിൽ ഇറങ്ങിയ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കാണുക. ആ ഒരു വേ ഓഫ് പ്രസൻറ്റേഷനാണ് ഈ ഒരു സീരീസിനുള്ളത്. ഒരു 70-കളിലെ 80-കളിലെ കേരളത്തിൽ നടന്ന അല്ലെങ്കിൽ കേരളത്തിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ അന്ന് ആളുകൾ അനുഭവിച്ച കാര്യങ്ങളെ പറ്റിയും സ്ത്രീകൾ നേരിട്ട പ്രശ്നങ്ങളെ പറ്റി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ ഞാൻ ഓരോ എപ്പിസോഡുകൾ പറയാൻ പോയി കഴിഞ്ഞാൽ ഓരോ എപ്പിസോഡുകളും എടുത്ത് റിവ്യൂ ചെയ്യേണ്ടി വരും. ഞാൻ ടോട്ടലി 9 എപ്പിസോഡ് ഈ ഒരു മനോരഥങ്ങൾ എന്ന് പറയുന്ന സീരീസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാത്തത്. എന്തായാലും ഒരു വർത്ത് ഐറ്റം തന്നെയാണ്. ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് നമ്മളുടെ ഇത്രയും ടോപ്പ് ഡയറക്ടേഴ്സ് ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഗംഭീര സാധനം തന്നെയാണ്. ഒരു യൂണിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം മലയാളത്തിൻ്റെ. ഇങ്ങനെ എല്ലാ ആക്ടേഴ്സും കൂടെ വന്നിട്ടൊരു സീരീസിന് വേണ്ടി ചെയ്യാം. പെർഫെക്റ്റ് ആണ്. എന്തായാലും ഒരു അടിപൊളി സീരീസാണ് മനോരഥങ്ങൾ. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സീരീസിനകത്ത് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. അതുവരെ ബൈ.